വിശ്വാസത്തിന്റെ അടുപ്പവും ബഹുമാനത്തിന്റെ അകലവുമാണ് നല്ല ബന്ധങ്ങളെ നിലനിർത്തുന്നതെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേത് ബന്ധത്തിലായാലും അത് വളരെയധികം ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. മാതാപിതാക്കൾ തമ്മിലുള്ളതാണെങ്കിലും, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതാണെങ്കിലും, അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാണെങ്കിലും എല്ലാത്തിലും വിശ്വാസം ഒരുപാട് വേണം താനും. എന്നാൽ ബഹുമാനം കൊണ്ടൊരു അകൽച്ചയും വേണം. വിശ്വാസം രണ്ട് തരത്തിലുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഭർത്താവ് എന്നെ ജീവിതകാലം മുഴുവൻ നോക്കിക്കോളും, അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കുള്ളതായിട്ടൊന്നും ചെയ്യേണ്ട, ഞാൻ അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നെ ഭാവിയിൽ നന്നായിട്ട് നോക്കും, അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഒന്നും നോക്കേണ്ട, അവർക്ക് വേണ്ടി മാത്രം ഞാൻ എൻ്റെ ജീവിതം ചെലവഴിച്ചാൽ മതി. ആ വിശ്വാസം തെറ്റാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ കുഴിച്ചു മൂടിക്കൊണ്ട് ആർക്കു വേണ്ടിയും ലൈഫ് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളെ മൂടി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നവർ ജീവിതത്തിൽ പശ്ചാത്തപിച്ചിട്ടേ ഉള്ളൂ, സങ്കടപ്പെട്ടിട്ടേ ഉള്ളൂ, കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഒന്നും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. വിശ്വാസം വേണം. എങ്ങനെയുള്ള വിശ്വാസം? നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുകയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നമ്മൾ നല്ലതുപോലെ കെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മുടെ കൂടെ തന്നെ കാണും. അവരെ നോക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം കാര്യങ്ങളും കൂടെ ഒന്ന് അല്പം ശ്രദ്ധിക്കുക. എങ്ങനെയാണോ ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്, അതേപോലുള്ള സ്നേഹവും ബഹുമാനവും ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്കും വേണം. അതുപോലെ എങ്ങനെയാണോ ഒരു മക്കളെ സ്നേഹിക്കുകയും അവരെ കെയർ ചെയ്യുകയും ചെയ്യുന്നത്, അതേപോലുള്ള ഒരു സ്നേഹവും കെയറിങ്ങും മക്കളിൽ നിന്നും അമ്മയ്ക്കും വേണം. അത് നമ്മളായിട്ട് തന്നെ വാർത്തെടുക്കണം. അല്ലാതെ മക്കളിരിക്കുന്നിടത്ത് കൊണ്ട് ആഹാരം കൊടുക്കുക, മക്കളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അയ്യോ അവരെൻ്റെ മക്കളാണ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം. ഒരു ലിമിറ്റിന് മതി. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിച്ച് പഠിപ്പിക്കണം. അതുപോലെ ഭർത്താവിനും. പണ്ട് കാലങ്ങളിലൊക്കെ ആയിരുന്നു ഒരുപാടങ്ങ് അടിമപ്പെട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാതാണ്. ഒരു 100-ൽ എങ്ങനെ പോലെ ഒരു 40% എങ്കിലും പണ്ട് കാലത്തെ രീതിയിലുള്ള ചിന്താഗതിയുള്ള ഭർത്താക്കന്മാർ ഇന്നുമുണ്ട്. അവർക്ക് മുമ്പിൽ അങ്ങനെ അടിമപ്പെട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വിദ്യാഭ്യാസം തരുന്നത് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ്. ഭർത്താവിൻ്റെ സ്ഥാനവും മാനവും നൽകിക്കൊണ്ട് തന്നെ, ആ ഒരു സ്നേഹവും ബഹുമാനവും നൽകിക്കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാമെങ്കിൽ അവർക്കും തിരിച്ചെന്തുകൊണ്ടായിക്കൂടാ? പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും മനോഹരമാക്കേണ്ട കടമ, ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ആരുടെ മേലിലും പഴിചാരിയിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ ലൈഫ് സ്പോയിലായെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ.